നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 189 189. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 10-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അത് യഥാ ആത്മനി നിരാലോകം ആത്മാനം ച ദിദൃക്ഷത വിഭിന്നേ ഹൃക്ഷിണീ തസ്യ ജ്യോതിർചക്ഷുർഗുണഗ്രഹ. യഥാ ആത്മനി നിരാലോകം ആത്മാനം ച ദിദൃക്ഷത വിഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിചക്ഷുർഗുണഗ്രഹ. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ ശരീരത്തിൽ എപ്പോൾ കാഴ്ചയില്ലായ്മ ഉണ്ടായോ അപ്പോൾ ശരീരത്തെ കാണാൻ ആഗ്രഹിച്ച് അവൻ്റെ 2 കണ്ണുകളുണ്ടായി. ഓരോ അംഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പറയണം. വെളിച്ചവും നേത്രേന്ദ്രിയവും രൂപഗ്രഹണവുമുണ്ടായി. രൂപത്തെ ഗ്രഹിക്കാനുള്ള ശക്തിവിശേഷം ഉണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ എപ്പോൾ ആത്മശരീരത്തിൽ കാഴ്ചയില്ലാതിരുന്നുവോ ആത്മാവ് ഉള്ളിലുണ്ട്, പക്ഷേ ശരീരത്തിൻ്റെ പുറമെ എന്താ നടക്കണമെന്നുള്ളത് അറിയണ്ടേ നമുക്ക്. അപ്പോൾ കാഴ്ചയില്ലാതിരുന്നു. അപ്പോൾ ആത്മശരീരത്തെയും അന്യങ്ങളെയും കാണാൻ ആഗ്രഹിച്ച പുരുഷന് കണ്ണുകളുണ്ടായി. അതിൽ ജ്യോതിസ്വരൂപനായ ആദ്യത്തൻ ദേവതയായി ഭവിച്ചു. ചക്ഷുസ് എന്ന ഇന്ദ്രിയം, രൂപഗ്രഹണങ്ങൾ അതിൻ്റെ വിഷയപ്രവൃത്തികൾ, നേത്രങ്ങൾ അധിഷ്ഠാനം. അപ്പോൾ നേത്രങ്ങളില്ലെങ്കിൽ ഇത് നടക്കില്ല. നേത്രങ്ങൾ ഉണ്ടായാൽ പോരാ, അതിൻ്റെ പിന്നിൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സവിധത്തിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആത്മാവില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൂര്യൻ ദേവത, രൂപം വിഷയം, രൂപജ്ഞാനം ഫലം. രൂപത്തിനെ പറ്റിയിട്ടുള്ള അറിവാണ് ഫലം. ഇനി 22-ാമത്തെ ശ്ലോകം. ബോധ്യമാനസ്യ ഋഷിഭിർ ആത്മാനസ്തജിഗൃക്ഷത കർണൗ ച നിരഭിത്യേതാം ദിശശ്രോത്രം ഗുണഗ്രഹ. അതേപോലെ തന്നെ അവിടെ കണ്ണെന്നുള്ളതിന് സ്രോതസ് ശ്രോത്രം എന്ന് വന്നു എന്ന് മാത്രം. ബോധ്യമാനസ്യ ഋഷിഭിർ ആത്മനസ്തജിഗൃക്ഷത കർണൗ ച നിരഭിദ്യേതാം ദിശശ്രോതാം ഗുണഗ്രഹം. വേദങ്ങളാൽ ഉണർത്തപ്പെടുന്നവനും ഗ്രഹിപ്പാൻ ആഗ്രഹിച്ചവനുമായ ആത്മാവിൻ്റെ കർണങ്ങളും ഉണ്ടായി. ദിക്കുകളും ശ്രോത്രേന്ദ്രിയവും ശബ്ദഗ്രഹണവും ഉണ്ടായി. അപ്പം മുകളിൽ കൂടുതൽ വിസ്തരിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭാവാർത്ഥം പറയുമ്പോൾ വേദങ്ങൾ സ്വസ്ത്രം ചെയ്തുണർത്തുമ്പോൾ ആ സ്വസ്ത്രങ്ങളെ ഗ്രഹിക്കണം എന്ന് സങ്കല്പിച്ച പുരുഷന് കർണങ്ങളുണ്ടായി. അതിൽ ദിക്കുകൾ ദേവതയായി ഭവിച്ചു. ശ്രോത്രം ഇന്ദ്രിയം, ശബ്ദം വിഷയം, ശബ്ദഗ്രഹണം ഫലം, കർണങ്ങൾ അധിഷ്ഠാനം, ശ്രോത്രം ഇന്ദ്രിയം, ദിക്കുകൾ ദേവത, ശബ്ദം വിഷയം എന്നീ 4 ഉണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഭക്തി അല്ല, ശാസ്ത്രമാണ്. ഭക്തിജ്ഞാന വൈരാഗ്യം എന്ന ശാസ്ത്രമാണത്. ഇതൊരു ഫിലോസഫിക്കൽ കണ്ടൻ്റാണ്. ഇത് എന്നെയും നിങ്ങളെയും പറ്റിയിട്ടുള്ളതാണ്. ഇത് പഠിക്കാത്തവരെ പറ്റിയിട്ട്, അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ ഈശ്വരൻ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഈ പ്രമാണം എല്ലാവർക്കും ബാധകമല്ലേ? അപ്പോൾ ഒരു കാലത്ത് ഈ സനാതന ധർമ്മം ഉണ്ടായിരുന്നുള്ളൂ, സംസ്കൃതം മാത്രമായിരുന്നു ഭാഷ. പിന്നെ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ബാക്കി ഭാഷകളൊക്കെ. അപ്പോൾ വേദഭാഷ എന്ന് പറഞ്ഞതും ദേവഭാഷ എന്ന് പറഞ്ഞതും സാൻസ്ക്രിറ്റാണ്. അതിലുള്ളതിനെ നമ്മൾക്ക് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പാഴാവല്ലേ ചെയ്യുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണത്.
എനിബഡി ആരാണ് ഇതിൽ ആര് പ്രസവിച്ചിട്ടുള്ളവരായിക്കോട്ടെ. അപ്പോൾ 23ാമത്തെ ശ്ലോകം. വസ്തുനോ മൃദുകാഠിന്യ ലഘു ഗുരുവോ ഉഷ്ണ ശീതതാം ജഗൃക്ഷതസ്ത്വക് നിർഭിന്ന തസ്യാം ലോമമഹീരുഹാം. വസ്തുനോ മൃദു കാഠിന്യ ലഘു ഗുരുവോ ഉഷ്ണ ശീതതാം ജഗൃതസ്ത്വക് ത്വക്ക് എന്നുള്ള അർത്ഥം. ത്വക് നിർഭിന്ന തസ്യാം ലോമമഹീരുഹാം. ദ്രവ്യത്തിൻ്റെ മാർദ്ദവം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഉഷ്ണത, ശൈത്യം എന്നതിനെ ഗ്രഹിപ്പാൻ ആഗ്രഹിച്ച പുരുഷന് ത്വക്കുണ്ടായി, ചർമ്മമുണ്ടായി. അതിൽ രോമങ്ങളും വൃക്ഷങ്ങളുമുണ്ടായി. എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളാണ് വൃക്ഷങ്ങൾ. അപ്പോൾ ഭൂമിയുടെ ആവരണമാണ് മണ്ണ്. ആ മണ്ണിലാണ് വൃക്ഷങ്ങൾ, ലതകൾ, പുല്ലൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇനി അതിനെ ഒന്നുകൂടി എടുത്ത് വരസനുണ്ട്. ദ്രവ്യത്തിൻ്റെ മൃദുത്വം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഈഷത്, ഉഷ്ണത്വം, ശീതത്വം എന്നീ ഗുണങ്ങളെ അറിവാൻ ആഗ്രഹിച്ചപ്പോൾ പുരുഷന് ത്വക്കുണ്ടായി, ചർമ്മം. ത്വക് ഇന്ദ്രിയത്തിന് അധിഷ്ഠാനമായ ചർമ്മമുണ്ടായി എന്ന് സാരം. അതിൽ രോമങ്ങളുണ്ടായി. അതിൽ അഭിമാനി ദേവത വായു. ഒന്ന് ഊതിയാൽ നമ്മുടെ ശരീരത്തിൽ അറിയും. ഊത്ത് കുറച്ച് ജാസ്തി ആയാലോ അല്ലേ? അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നോണ്ടുക, വലുതായിട്ട് നോക്കുക, ഇടിക്കുക, അടിക്കുക. അപ്പം ഇതൊക്കെ കൊള്ളണതാരാ? ത്വക്ക് അല്ലേ? അപ്പോൾ അഭിമാന ദേവത വായു. രോമങ്ങൾ വൃക്ഷങ്ങളായി ഭവിച്ചു. മറ്റു പാഠങ്ങളിൽ ഈ പദ്യത്തിന് ഒരു വരി കൂടി കാണുന്നുണ്ട്. തത്ര ച അന്തർബഹിർവാസ്ത്വജ ലബ്ധ ഗുണോവൃത എന്ന്. അതിൽ തന്നെ ത്വക്കിനാൽ അറിയപ്പെടാവുന്ന ഗുണത്തോടു കൂടിയ വായുദേവ ഉള്ളിലും പുറത്തും വ്യാപിച്ചു എന്നർത്ഥം. ഉള്ളിലും വായുണ്ട്, പുറത്തും വായുണ്ട്. 24ാമത്തെ ശ്ലോകം. ഹസ്തൗരുരുഹതസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോസ്തു ബലമിന്ദ്രശ്ച ആദാനം ഉഭയാശ്രയാം. ഹസ്തൗരുരുഹതുസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോസ്തു ബലമിന്ദ്രശ്ച ആദാനം ഉഭയാശ്രയാം. ബഹുവിധ കർമ്മം ചെയ്യുവാനുള്ള ഇച്ഛ നിമിത്തം ഒന്നല്ല, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം. എടുക്കുക, തലോടുക, അടിക്കുക, പറിക്കുക അല്ലേ? അപ്പോൾ ബഹുവിധ കർമ്മം ചെയ്യുവാനുള്ള ഇച്ഛ നിമിത്തം അവൻ്റെ, അതായത് പുരുഷന് 2 കൈകൾ ഉണ്ടായി. ആ 2ൽ ബലം, ശക്തിയും ഇന്ദ്രനും പ്രവേശിച്ചു. ശക്തിയും ഇന്ദ്രനും. അപ്പം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? ഇന്ദ്രത്വവും വായും അഗ്നിയും ത്വക്ക് ഇന്ദ്രിയങ്ങൾ വായു ഒക്കെ നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ആ പരമപുരുഷൻ നമ്മുടെ ഉള്ളിലാണ്. ഇനി ഇതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, അതെ, ആ 2ൽ ബലം, ആ 2ൽ ശക്തിയും ഇന്ദ്രനും പ്രവേശിച്ചു. സ്വീകാര്യം 2നെയും ആശ്രയിച്ചതാകുന്നു. സ്വീകരിക്കുക എന്നുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. നാനാ കർമ്മങ്ങളെ ചെയ്യുവാനിച്ച പുരുഷന് കൈകളുണ്ടായി. അതുകളിൽ ബലത്തിൻ്റെ അധിപതിയായ ഇന്ദ്രൻ ദേവത, ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും സംയോഗം നിമിത്തം ജനിക്കുന്നതായ ആദാനം എന്ന പ്രവൃത്തിയും ഭവിച്ചു. അടുത്തത്. ഗതിം ജിഗീഷത പാദോരുരുഹാദേ അഭികാമികാം പദ്ഭ്യാം യജ്ഞസ്വയം ഹവ്യം കർമ്മഭിക്രിയതേ നൃഭി. ഗതിം ജിഗീഷത പാദോരുരുഹാദേഭികാമികാം പദ്ഭ്യാം യജ്ഞം സ്വയം ഹവ്യം കർമ്മഭിക്രിയതേ നൃഭി. ആഗ്രഹിച്ചതായ സഞ്ചാരത്തെ, അതിനാണ് കാല് അല്ലേ? ആഗ്രഹിച്ചതായ കള്ള് കുടിക്കാൻ പോണോ, അമ്പലത്തിൽ പോണോ, മറ്റുള്ളവനെ
തല്ലി കൊല്ലാൻ പോണോ, മറ്റുള്ളവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഡോക്ടർ ഓർഡറുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് കാണണ്ടായി ഒരു ഡോക്ടർ ബാംഗ്ലൂരിലെ ട്രാഫിക് ജാമാണ്, അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഒരു പർട്ടിക്കുലർ സമയത്ത്. അപ്പോൾ അദ്ദേഹം വണ്ടി ഒരു ഭാഗത്ത് ഇട്ടിട്ട് ഇറങ്ങി ഓടിയെന്നാണ് 3 കിലോമീറ്റർ. ഇതൊക്കെ കലികാലത്ത് സംഭവിക്കുന്നുണ്ട്. കാരണം എന്താ? പ്രൊഫഷണൽ എത്തിക്സ്. അതേമാതിരി മനുഷ്യനായാൽ നമ്മൾക്കൊരു എത്തിക്സ് ഉണ്ട്. എന്താ? ഈശ്വരീയത വളർത്തുക, എന്നിട്ട് സത്കർമ്മങ്ങൾ കൊണ്ട് പുണ്യം പ്രാപിച്ച് ധർമാർത്ഥ കാമ മോക്ഷം പ്രാപിക്കുക. ഇതില്ലെങ്കിൽ എത്ര ജന്മം എടുക്കേണ്ടി വരും, എത്രത്തോളം നിറയിക്കേണ്ടി വരും, യാതനകൾ, വേദനകൾ. അതൊക്കെ ഒഴിവാക്കാനാണ് ജനനം പുനരഭിമരണം ഇല്ലാതെ ഉണ്ടാക്കാൻ ആത്മാവിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്തുക കപ്പി വെച്ചിട്ടല്ല, ഹൈഡ്രോളിക്സ് ജാക്കി വെച്ചിട്ടല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നു, ആരായിക്കോട്ടെ, പേര് അനശ്വരമാക്കുക. അപ്പോൾ പറഞ്ഞു പിന്നെ അപ്പോൾ പറഞ്ഞു മനുഷ്യരാൽ കാലുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാൽ യാഗവും അതിനാവശ്യമായ ഹോമദ്രവ്യവും ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു ഭാവാർത്ഥം പറയുമ്പോൾ അഭീഷ്ടഗതിയെ ചെയ്യുവാൻ ആഗ്രഹിച്ച പുരുഷന്, ഇഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നടക്കണം, വേണ്ടേ? അത് ഷോർട്ട് കട്ടില്ല, ഇരുന്ന ഭാഗത്തേക്ക് എല്ലാം വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതായത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള തന്ത്രപ്പാട് എന്നർത്ഥം പറയാം. അഭീഷ്ടഗതിയെ ചെയ്യുവാൻ ആഗ്രഹിച്ച പുരുഷന് പാദങ്ങളുണ്ടായി. പാദങ്ങളോടുകൂടെ യജ്ഞസ്വരൂപനായ വിഷ്ണു അധിഷ്ഠാന ദേവതാരൂപേണ, പാദത്തിലാണ് അധിഷ്ഠാന ദേവതാരൂപേണ വസിക്കുന്നു. മനുഷ്യർ ആഗമനാദി കർമ്മങ്ങളാൽ യജ്ഞത്തിനു ഉപകരിക്കുന്ന സാധനമായ ഹവ്യത്തെ സമ്പാദിക്കുന്നു. യജ്ഞത്തിനുള്ള ഹവ്യം സമ്പാദിക്കലാണ് കാലിൻ്റെ പ്രധാന ഇത്, മറ്റുള്ളവനെ തൂക്കിയിട്ടടിക്കല്ല. സമഷ്ടി സ്വരൂപനായ പുരുഷൻ്റെ അവയവവിഭാഗങ്ങളെ പറയുന്ന ഈ ഘട്ടത്തിൽ വ്യഷ്ടിജീവ ശരീരാവയവങ്ങളുടെ ഉത്ഭവ വ്യാപാരങ്ങളും അവയവ ദേവതകളും, നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഓരോ ദേവതകളുണ്ട്. ഇതിപ്പോൾ എത്ര ആൾക്ക് അറിയും? അപ്പോൾ അവയവ ദേവതകളും ഇതുമാതിരി തന്നെ എന്നും ധരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞകർമ്മങ്ങളെ നടത്താനുള്ള അധികാരികളായ നരന്മാരെ ഈ പദ്യത്തിൽ സൂചിപ്പിച്ചത്. അപ്പം നരന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെന്ന് മാത്രം അർത്ഥമുണ്ടോ? ഇല്ല. എല്ലാവരുടെയും ഒരു കോൺഗ്ലോമറേഷനാണ്, ഗാദറിംഗ് ആണ് ഒരു യാഗം. പക്ഷെ അതിൽ ബ്രാഹ്മണർ മാത്രമേ ദക്ഷിണ വാങ്ങാൻ പാടൂ എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. അതിൽ സംഘാടകരായിട്ട് വർത്തിച്ചിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ എന്താണെന്നാ പറയുക, പ്രകൃതിയുടെ നിയാമകനും നിയന്താവുമായിരിക്കുന്ന ജഗദീശ്വരൻ്റെ കടാക്ഷ വീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ യാഗങ്ങളും യജ്ഞങ്ങളും. അത് ഒരാൾ കൊണ്ടുപോകരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളില്ലെങ്കിൽ യജ്ഞം വിജയിക്കില്ലല്ലോ. ഇതൊക്കെ വളരെ എന്താണെന്നാ പറയുക, വളരെ ഗാഢമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് യജ്ഞകർമ്മങ്ങളെ നടത്താനുള്ള അധികാരികളായ നരന്മാരെ ഈ പദ്യത്തിൽ സൂചിച്ചു. നരന്മാരേന്നേ ഉള്ളൂ, ബ്രാഹ്മണരേന്നല്ല പറഞ്ഞത്. 26ാമത്തെ ശ്ലോകം. നിരഭിദ്യതശിഷ്ണു വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീൽ കാമാനാം പ്രിയം തദുഭയാശ്രയം. നിരഭിദ്യതാശിഷ്ണു വൈ പ്രജാനന്ദാമൃതാർത്ഥിനാം.
ഉപസ്ഥ ആസീൽ കാമാനാം പ്രിയം തതുപയാശ്രയം. പ്രജ, ആനന്ദം, മോക്ഷം ഇവയെ ആഗ്രഹിച്ച പുരുഷൻ ആത്മാവ് അല്ലേ, അദ്ദേഹം ജീവൻ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? ആനന്ദം വേണം, മോക്ഷം വേണം. ഇവയെ ആഗ്രഹിച്ച പുരുഷൻ്റെ ഗുഹ്യാവയവം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം എന്ന് മലയാളത്തിൽ പറയണം, ഇല്ലെങ്കിൽ എങ്ങനെ അറിയാം, ഉണ്ടായി. ഉപസ്ഥമെന്ന ഇന്ദ്രിയം ഉണ്ടായി, അതായത് വിസർജനത്തിനുള്ളത്. അപ്പോൾ പറഞ്ഞു കാമിജനങ്ങളുടെ ഇഷ്ടം ഇന്ദ്രിയത്തെയും ദേവതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത പാപപുണ്യങ്ങളുടെ അനുഭവമായിട്ടാണ് ഈ ജന്മത്തിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഏത് തരത്തിൽ പ്രവർത്തിക്കരുത്, ഏത് ഇന്ദ്രിയം കൊണ്ട് എനിക്ക് സുഖം ഉണ്ടാവണം, ഏത് അധിഷ്ഠാന ദേവൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഇല്ലെങ്കിൽ ഞാൻ എന്തിനൊക്കെ ദുഃഖിക്കണം. ഇപ്പോൾ മൂത്രതടസ്സം വരണു ചിലവർക്ക് വിസർജനം വേണ്ട പോലെ ആവണില്ല, ചിലവർക്ക് കൈ കുഴയ, ചിലവർക്ക് കാല് വരുന്നില്ല, ചിലവർക്ക് കണ്ണുണ്ട കാണില്ല, ചിലവർ ചെവി കേൾക്കണില്ല, ചിലവർക്ക് രസാനുഭൂതി ഇല്ല, ചിലവർക്ക് വാസന അറിയില്ല. ഇതൊക്കെ ഈശ്വരൻ പണിഷ്യമല്ല ചെയ്യുന്നത്. നമ്മുടെ പോരായ്മകളെ നമ്മൾ അറിഞ്ഞ് അന്നന്നത്തെ വരും വരായകളെ ഈശ്വരൻ്റെ വരദാനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഒരിക്കലും ഞാൻ ഈശ്വരനോട് പരാതികൾ പറയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈശ്വരന് വേണ്ടപ്പെട്ടവനായിട്ട് ജീവിക്കാമെന്നാണ്. അപ്പോൾ പറഞ്ഞു പിന്നെ സന്താനം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ സംയോഗ സുഖം, പിതൃകടം തീർക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദം, ഇവയെ അപ്പോൾ ഈ ആനന്ദം എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അച്ഛനും അമ്മയെയും നോക്കി സംരക്ഷിക്കുന്നതിലുള്ളതാണ്. അതാണ് ശരിയായ ആനന്ദം, ബാക്കി കള്ളു കുടിച്ച് കൂത്താറുള്ളതല്ല. അപ്പോൾ ഇവയെ ആഗ്രഹിച്ച പുരുഷന് അതിനുപകരിക്കുന്ന അധിഷ്ഠാനമായ ശിഷ്ണമുണ്ടായി. ശിഷ്ണത്തിനാണ് ജനനേന്ദ്രിയം എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയത്തിൻ്റെ ഉപസ്ഥം എന്ന് പറയും പേർ. അതിൻ്റെ ദേവത പ്രജാപതി. കാമങ്ങളുടെ തൃപ്തിയെ നൽകുന്നതായ സ്ത്രീ പുരുഷ സംയോഗമാകുന്ന വിഷയം, ഇന്ദ്രിയ ദേവത എന്നീ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, അടുത്തത് 27. ഇതൊന്നും അറിയാണ്ട് ദശമസ്കന്ധം പഠിച്ചു എന്താ കാര്യം? എന്നാ 12 സ്കന്ധങ്ങൾ എന്തിനാ? വ്യാസർക്കല്ല തെറ്റുപറ്റിയത്, നമ്മുടെ അനുമാനത്തിനാണ്. അപ്പോൾ ആചാര്യൻ പറയാണ് നിങ്ങൾ അവസാന ദിവസം വന്നാൽ ഇത് കേട്ട ഫലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത്രയും കാര്യങ്ങൾ ശരീരശാസ്ത്രങ്ങളെ അവഗണിച്ചുകൊണ്ട് ശരീരാന്തർഗതമായിട്ടുള്ള ചൈതന്യത്തിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈഗുദം തദപായുസ്തോ മിത്ര ഉത്സർഗ ഉഭയാശ്രയാം. ഉത്സിസൃക്ഷോർ ധാതുമലം നിരഭിദ്യത വൈഗുദം തഥ, ഗുദം എന്ന് പറഞ്ഞാൽ ചന്തി, മൂലം. തഥപായുസ്തോ മിത്ര ഉത്സർഗ ഉഭയാശ്രയാം. അന്നാദികളുടെ ഉപയോഗശൂന്യമായ അംശത്തെ, വേസ്റ്റ്, പുറത്തേക്ക് കളയുവാൻ ആഗ്രഹിച്ച പുരുഷൻ്റെ അപാനദ്വാരം, അപാനം കൊണ്ട് മുക്കുക. പ്രസവവും മലം വിസർജിക്കലും മൂത്രമൊഴിക്കലൊക്കെ അപാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്നതാണ്. ചിലവർക്ക് എത്ര മുക്കിയാലും പോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ അപാകത കാരണം മൂലം മൂത്രം പോവില്ല. ചിലവർ 2-3 മിനിറ്റൊക്കെ ടോയ്ലറ്റിൽ ഇങ്ങനെ കുടുങ്ങും. അപ്പോൾ എല്ലാം അതിന് വൈദ്യമുണ്ടോ? ഉണ്ട്. പക്ഷെ ശരിയായ വൈദ്യം എന്താ? ഈശ്വരാരാധന. എന്താ അങ്ങനെ പറയാൻ കാരണം? ദേവതകളെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്.
ദേവതകൾ നമ്മൾക്ക് സുഖദുഃഖങ്ങൾ തരുന്നത് നമ്മുടെ കടപ്പാടുകളിലുള്ള വൈഷമ്യങ്ങൾ. ഇതറിയാതെ കണ്ട് വഴിപാട് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു തഥ അതിൽ പറയുന്ന ഇന്ദ്രിയമുണ്ടായി. അതിൽ പായു എന്ന ഇന്ദ്രിയമുണ്ടായി. അതിന് മിത്രൻ എന്ന് പേരായ ദേവതയുണ്ടായി. രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്ന വിസർജനവുമുണ്ടായി. അതാണ് അതിൻ്റെ വാക്കാർത്ഥം വരിക. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ ഭുജിച്ചതായ അന്നാദിധാതുക്കളെ ദുഷിച്ചതായ അംശങ്ങളെ പുറത്തേക്ക് തള്ളിക്കളയുവാൻ ആഗ്രഹിച്ചപ്പോൾ ഗുദമുണ്ടായി. ആഗ്രഹമില്ലാണ്ട് ഒന്നും നടക്കില്ല. എന്നിട്ടോ അതിനെ ആശ്രയിച്ചിരിക്കുന്നതായ ഇന്ദ്രിയം പായു, മിത്രൻ ദേവത, മലത്തിൻ്റെ ഉത്സർഗം പുറത്തേക്ക് കളയുന്നതായ വൃത്തി വിഷയം. അപ്പോൾ ഈശ്വരൻ ഒരു കാര്യം ഒരു കാരണമില്ലാണ്ട് ചെയ്തിട്ടില്ല. എന്തൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടോ അതൊക്കെ ശരീരം നശിക്കുന്നതിൻ്റെ മുമ്പേ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. പക്ഷേ ഏത് വരെ ഉപയോഗിക്കാം, അതിനുള്ള അറിവില്ലാണ്ടായാൽ ഈ മോക്ഷത്തിലേക്ക് എത്തില്ല. അപ്പോൾ ഈ സ്വയം ഭോഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ പുരുഷന്മാർ കുട്ടികളെ മിസ്യൂസ് ചെയ്യണത്, ഇതിൽ നിന്ന് എന്താ സംഭവിക്കണത്? അതാത് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ കോപിക്കണു. അവർ റിപ്പോർട്ട് അയക്കുക ആർക്ക്? ബാലാഗ്രശതവാഗസ് വിസ്തരസ് ഏകോ ജീവ, ബ്രഹ്മശക്തിക്ക്. അപ്പം ആ ബ്രഹ്മശക്തി നമ്മുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾക്ക് ഒരു മാർക്കിടും. അത് അണ്ടർ ദി സൺ ഹിന്ദു ആയാലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഒക്കെ ഒരേപോലെയാണ്. ആദ്യം സനാതന ധർമ്മിസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം ഇൻ ടോട്ടാലിറ്റി ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ഓരോ മനുഷ്യനും 100% ഉപയോഗമുള്ളതാണ്. ആര് പഠിച്ചു ആര് പഠിച്ചില്ല അത് പ്രശ്നമല്ല. പഠിച്ചവർ രക്ഷപ്പെടണു, പഠിക്കാത്തവർ രക്ഷപ്പെടണില്ല എന്ന് മാത്രം. ഇനി 28ാമത്തെ ശ്ലോകം പറയണു. അസിസ്പൃപ്സു പുര്യാനാഭിദ്വാരമപാനതാം തത്രാപാനസ്തോ മൃത്യു പൃഥക്ത്വം ഉഭയാശ്രയം. അസിസ്പൃപ്സു പുര്യാനാഭിദ്വാരം അപാനതാം തത്രാപാനസ്തോ മൃത്യു പൃഥക്ത്വം ഉഭയാശ്രയം. പുരിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അന്യപുരികളെ സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷന് അപാനവായുവിൽ നിന്ന് നാഭിരൂപമായ ദ്വാരമുണ്ടായി. അതുകൂടെയാണ് ഒരു സ്ത്രീ കഴിക്കുന്ന ആഹാരാദികളുടെ അംശം ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് കിട്ടുന്നത്, ജന്തുവിന് കിട്ടുന്നത്. അപ്പോൾ നാഭിരൂപമായ ദ്വാരമുണ്ടായി. അതിൽ അപാനനെന്ന് പേരായ ഇന്ദ്രിയമുണ്ടായി. അതിൽ നിന്ന് മരണമുണ്ടായി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വയറ്റത്തെ അടിക്കരുതേ പറഞ്ഞു. എന്താ വയറ്റത്തെ അടിച്ചാൽ മരിക്കും. പൊക്കിളിൻ്റെ അവിടെ ഒരു വിരലുകൊണ്ടൊന്ന് കുത്തിയാൽ മതി, ആൾ മരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആരുടെ വയറ്റത്തടിക്കരുതേ പറയും. അപ്പോൾ വേറിടുന്നതായ മരണം രണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നത് ഉഭയാശ്രയം എന്നാണ്. ഈ ശരീരത്തിൽ നിന്ന് വെളിക്ക് സഞ്ചരിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിപ്പാൻ ആഗ്രഹിച്ച പുരുഷന് അപാനവായുവിൽ നിന്ന് നാഭിദ്വാരമുണ്ടായി. അപാനമെന്ന ഇന്ദ്രിയവും അതിൻ്റെ ദേവതയായി മൃത്യുവും ഇന്ദ്രിയ ദേവതകളെ ആശ്രയിച്ചിരിക്കുന്നതായ ദേഹവിയോഗരൂപമായ മരണവുമുണ്ടായി. ദേഹവിയോഗം അതിനാണ് മരണം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ വിയോഗമല്ല. ചിലവർ എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ എഴുതി ചേർക്കുക,
ഈശ്വരൻ സത്യസന്ധനല്ല, പക്ഷപാതിയാണ്, ക്രൂരനാണെന്നൊക്കെ എഴുതുന്ന ആൾക്കാർ. അതൊക്കെ എഴുതിയാൽ എന്താ ഉണ്ടാവുക? ആ എഴുതിയ സ്വഭാവം നമ്മളെ ബാധിക്കും. എന്നിട്ടോ നമ്മളാരും അല്ലാണ്ടാവും, ആശ്രയമായിട്ട് മാറും. നമുക്ക് രക്ഷയില്ല പിന്നെ. അപ്പോൾ മരണമുണ്ടായി എന്ന് പറഞ്ഞു. ഇനി 29-ാമത്തെ ശ്ലോകം. ആദിൽസോർ അന്നപാനാനാം ആസൻ കുക്ഷ്യന്ത്രനാഢയാ നദ്യസമുദ്രാശ്ച തയോസ്തുഷ്ടി പുഷ്ടിസ്തദാശ്രയേ. ആദിൽസോരന്നപാനാനാം ആസൻ കുക്ഷ്യന്ത്രനാഢയാ നദ്യസമുദ്രാശ്ച തയോ തുഷ്ടി പുഷ്ടിസ്തദാശ്രയേ. അന്നപാനങ്ങളെ സ്വീകരിപ്പാൻ ആഗ്രഹിച്ച പുരുഷൻ്റെ കുക്ഷിയും നദികളും സമുദ്രങ്ങളും, അതായത് നമ്മുടെ ഈ നാഡീവ്യൂഹങ്ങൾ, ആ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നതായ സന്തോഷവും പോഷണവും ഉണ്ടായി. ഈ നാഡീഞരമ്പുകൾ വേണ്ടത്ര തന്മയീഭാവം ഭവിക്കാതെ കണ്ടിരുന്നാൽ സന്തോഷവും പോഷണവും, തുഷ്ടിയും പുഷ്ടിയും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഒരു ശരീരശാസ്ത്രമാണ്. അത് ഡോക്ടർമാർ രോഗികളായിട്ട് പറയുന്ന പോലെ ഒറ്റയ്ക്ക് പറയാൻ പാടുള്ളൂ. രോഗിയുടെ ലക്ഷണങ്ങളെപ്പറ്റി ആരോഗ്യതടകാത്രന്മാരോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞു, അന്നപാനങ്ങളെ ആദാനം ചെയ്യുവാൻ ഇച്ഛിച്ചപ്പോൾ കുക്ഷിയാകുന്ന അധിഷ്ഠാനവും ആന്ത്രങ്ങളും നാഡികളുമാകുന്ന ഇന്ദ്രിയവും കുക്ഷിയുടെ നേതാവായിട്ട് സമുദ്രവും നാഡികളുടെ നേതാവായിട്ട് നദികളും ഉദരത്തെ ഭരിക്കുന്നത് കൊണ്ടുള്ള, അപ്പോൾ ശരീരാന്തർഗതമായിട്ടുള്ള ഡെവലപ്മെൻറ്റും പ്രകൃതിയും കൂടിയിട്ട് അഭേദ്യ ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പുഷ്ടിയും ഇന്ദ്രിയ ദേവതകളുടെ സംയോഗം നിമിത്തമുള്ള ഈ രണ്ട് ഫലവും ജനിച്ചു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സീനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയെന്നും പ്രാർത്ഥിക്കാം. നമസ്കാരം.